സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2 ദിവസമായി തരംഗമാകുന്നത് ദിയ കൃഷ്ണയും കുടുംബവുമാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 5-ന് ദിയയ്ക്ക് ആദ്യത്തെ കൺമണി പിറന്നത്. നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് കുടുംബം പേരിട്ടിരിക്കുന്നത്. ഓമി എന്നാണ് വിളിപ്പേര്. യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ലൈഫ് സ്റ്റൈൽ വ്ളോഗറുമായതുകൊണ്ട് തന്നെ ഗർഭിണിയായത് മുതൽ എല്ലാ വിശേഷങ്ങളും ദിയ ബ്ലോഗിൽ പങ്കിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസവവും സഹോദരി അഹാനയുടെ സഹായത്തോടെയുള്ള വ്ളോഗായി ദിയ ഷൂട്ട് ചെയ്തിരുന്നു. കുഞ്ഞ് പിറന്ന സന്തോഷം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ദിയയും കുടുംബാംഗങ്ങളും ആദ്യം അറിയിച്ചത്. പിന്നീടാണ് പ്രസവ വീഡിയോ ദിയ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത്. നോർമൽ ഡെലിവറി ആയിരുന്നു ദിയയുടേത്. പ്രസവത്തിനായി നേരത്തെ തന്നെ ലേബർ സൂട്ട് ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവും കുടുംബാംഗങ്ങളും എല്ലാം പ്രസവ സമയത്ത് ദിയയ്ക്കൊപ്പമുണ്ടായിരുന്നു. വീഡിയോ അതിവേഗത്തിൽ വൈറലായി. 2 ദിവസം കൊണ്ട് വീഡിയോ കണ്ടത് 66 ലക്ഷം ആൾക്കാരാണ്. യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിലും വീഡിയോ ഒന്നാം സ്ഥാനത്താണ്. പൊതുവെ പ്രസവ വീഡിയോയോടും ഗർഭിണികളുടെ വ്ളോഗുകളുടെ മുഖം തിരിക്കാറാണ് മലയാളികൾ. പ്രസവം പോലും കണ്ടന്റാക്കി പണം സമ്പാദിക്കാൻ നോക്കുന്നതാണ് ഫാമിലി വ്ളോഗേഴ്സ് പ്രധാനമായും കേൾക്കാറുള്ള വിമർശനവും. എന്നാൽ ദിയയുടെ ഡെലിവറി വീഡിയോ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു. പുരുഷന്മാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണെന്ന് ദിയയുടെ ഡെലിവറി വീഡിയോയ്ക്ക് എന്നാണ് പ്രതികരണങ്ങൾ. പ്രസവ സമയത്ത് ഒരു സ്ത്രീ എത്രമാത്രം വേദന അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനും സ്ത്രീയെ അടുത്തറിയാനും ദിയയുടെ വീഡിയോ സഹായിക്കുമെന്നും ചിലർ പ്രതികരിച്ചു. ദിയയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അമ്മമാരെ ഉപേക്ഷിക്കാനോ പരിഹസിക്കാനോ വേദനിപ്പിക്കാനോ പിന്നീട് ഒരു മകനും മകൾക്കും തോന്നില്ലെന്നും കമൻറ്റുണ്ട്. യൂട്യൂബിൽ ട്രെൻഡിങ് ആണ് എന്നതുകൊണ്ട് തന്നെ ദിയയുടെ ഡെലിവറി വ്ളോഗ് പണം വാരും. വ്യൂവർഷിപ്പിനും വരുമാനത്തിനും അപ്പുറത്ത് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം വീഡിയോയാക്കി ഡോക്യുമെൻ്റ് ചെയ്യുക, ഭാവിയിൽ മക്കൾക്ക് അത് കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശം പ്രസവ ഷൂട്ട് ചെയ്തതിലൂടെ ദിയയ്ക്കും അശ്വിനും ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഭാവിയിൽ താൻ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുമെന്ന് അശ്വിൻ പറയുകയും ചെയ്തു. തൻ്റെ ലക്കി ചാമാണ് കുഞ്ഞെന്ന് തനിക്ക് അറിയാവുന്ന കുഞ്ഞിനെ 9 മാസം വയറ്റിൽ ചുമക്കുന്ന സമയത്തു തന്നെ ദിയ പറയുമായിരുന്നു. തൻ്റെ ഓഫീസിലെ ജീവനക്കാർ നടത്തുന്ന കള്ളത്തരങ്ങൾ പോലും പിടികൂടാൻ സാധിച്ചതും തൻ്റെ ഭാഗത്ത് ന്യായം തെളിയിക്കാൻ കഴിഞ്ഞതും കുഞ്ഞിൻ്റെ ഐശ്വര്യം കൊണ്ടാണെന്നും ദിയ പറഞ്ഞു. ദിയയുടെ മകൻ്റെ പേരും ചർച്ചയാകുന്നുണ്ട്. അധികം കേട്ടുകേൾവിയില്ലാത്ത പേരാണ് നിയോം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പേര് കുടുംബം സെലക്ട് ചെയ്യാനുള്ള കാരണം ആരാധകരും ചർച്ച ചെയ്യുന്നുണ്ട്. സ്റ്റൈലിഷ് പേര് എന്നതിനൊപ്പം ലോർഡ് ശിവ എന്നൊരു അർത്ഥം നൽകുന്നതിന് പേരിന് ഗൂഗിൾ നൽകുന്ന വിവരം. കുഞ്ഞിൻ്റെ പേര് കണ്ടെത്താനുള്ള ചുമതല അമ്മയ്ക്കാണെന്നും സംസ്കൃതം പേര് അമ്മ കണ്ടെത്തി തരുമെന്നും ദിയ പറഞ്ഞിരുന്നു. അമ്മയായിരിക്കാം നിയോം എന്ന പേര് ദിയയ്ക്ക് കണ്ടെത്തിക്കൊടുത്തത്. അമ്മയുടെ പേരും പെരുമയും എല്ലാം പതിന്മടങ്ങായി വർദ്ധിച്ചുകൊണ്ടാണ് നിയോം ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. അയ്യപ്പസ്വാമി ദിയയ്ക്ക് ആൺകുഞ്ഞായി പിറക്കുമെന്ന് 5 മാസം ഗർഭിണിയായിരിക്കെ ഒരു കൈനോട്ടക്കാരൻ പ്രവചിച്ചിരുന്നു.